ജപ്തി ചെയ്ത വീടിന് മുന്നിൽ ജീവിതം തള്ളി നീക്കുന്ന വയോധിക ദമ്പതികളെക്കുറിച്ചാണ് ഇനി. കോട്ടയം മമ്മൂട് വെളിയം സ്വദേശികളായ ശ്രീധരനും സരസമ്മയുമാണ് വാർദ്ധക്യത്തിൽ തലചായ്ക്കാൻ മറ്റൊരിടമില്ലാതെ ബുദ്ധിമുട്ടുന്നത്. 13 ലക്ഷം രൂപയുണ്ടെങ്കിൽ നഷ്ടമായ വീട് ഈ ദമ്പതികൾക്ക് തിരിച്ചുപിടിക്കാൻ കഴിയും. സുമനസ്സുകളുടെ സഹായം തേടുന്നതിനു വേണ്ടി ഈ ഒരു സ്റ്റോറി. മകന്റെ ആഗ്രഹപ്രകാരമായിരുന്നു ഈ ദമ്പതികൾ വീടെന്ന സ്വപ്നത്തിലേക്ക് കാലെടുത്തു വെച്ചത്. ബാങ്കിൽ നിന്നും 2017 അങ്ങനെ 10 ലക്ഷം രൂപ ലോൺ എടുത്തു. കടം വാങ്ങിയും മറ്റും വീട് പണി ഒരുവിധം പൂർത്തിയാക്കി. എന്നാൽ 2020 തിരിച്ചടവ് നോക്കിയിരുന്ന മകൻ ഹൃദയാഘാതം വന്ന് മരിച്ചു. ഇതോടെ എല്ലാം താളം തെറ്റി. തിരിച്ചടവ് മുടങ്ങിയതോടെ പലിശയ്ക്ക് മേൽ പലിശയായി. ഒടുവിൽ കഴിഞ്ഞ ഡിസംബറിൽ ഇവരുടെ സ്വപ്നഭവനം ബാങ്ക് ജപ്തി ചെയ്തു. ഇതോടെ എവിടേക്ക് പോകണമെന്നറിയാതെ വീടിന് മുന്നിൽ തന്നെ താമസിക്കുകയാണ് ഈ വൃദ്ധ ദമ്പതികൾ. എൻ്റെ പേരിലുള്ള 3 സെന്റ് സ്ഥലമേ ഉള്ളായിരുന്നു. അതിൽ മോൻ ലോൺ എടുത്തൊരു വീട് വെച്ചു. ഒരു 6 ലക്ഷം രൂപ മേലെ ഞങ്ങൾ അടച്ചിട്ടുണ്ട്. മരിച്ചു കഴിഞ്ഞതിന് ശേഷം ഞങ്ങളെ കൊണ്ട് അടയ്ക്കാൻ നിവൃത്തിയില്ലായിരുന്നു. പിന്നെ പോയിട്ട് ഇത് ലാസ്റ്റ് ഭാഗം അത് ജപ്തി ചെയ്ത് ബാങ്കുകാരെടുത്തു. 13.5 അടയ്ക്കണം. അത് നമ്മളെ അടച്ചൊന്നും അതിനകത്ത് വന്നിട്ടില്ല. കാശ് അടച്ചു തരാമെന്ന് പറയുന്നത്. കെട്ടിച്ചയച്ച പെൺമക്കളുടെ സ്വർണം വിറ്റ് 6 ലക്ഷം രൂപ തിരിച്ചടച്ചിരുന്നു. എന്നാൽ ജപ്തിയിൽ നിന്നും ഒഴിവാകാൻ ആ തുക മതിയായിരുന്നില്ല. ഈ തറയ്ക്കകത്താണ് ഞങ്ങൾ 2 മാസം കിടന്നു. ആ മഞ്ഞും തണുപ്പ് കയറ്റ് ഇതിനകത്ത് പോലും കിടക്കാൻ പാടില്ലെന്നായിരുന്നു ബാങ്കിന്റെ നിർദ്ദേശം. വീട്ടു സാധനങ്ങളെല്ലാം പിറകെ മുറ്റത്തിട്ട് പിന്നെ ഞങ്ങളുടെ ആ ദുരിതം കണ്ടും കൊണ്ടാണ് ആ വീട്ടിലെ പയ്യന് ഇവിടെ ഒന്ന് അന്വേഷിച്ചു ഈ ഷെഡ് വെച്ച് തന്നത്. സാധനമെങ്കിലും നനയാതെ പെറുക്കി വയ്ക്കെന്നും പറഞ്ഞ് പുള്ളി വെച്ച് തന്നു. അത് തവണകളായി തുകയടച്ച് വീട് തിരിച്ചെടുക്കാനുള്ള ഒരവസരം ബാങ്ക് നൽകാമെന്ന് അറിയിച്ചിട്ടുണ്ട്. എന്നാൽ ഒരു ദിവസത്തെ ചിലവിന് പോലും ബുദ്ധിമുട്ടുന്ന ഇവർക്ക് അതിനുള്ള ആവതില്ല. ഇപ്പോൾ എന്നേക്കുമായി വീട് നഷ്ടമാകാതിരിക്കാൻ സന്മനസ്സുള്ളവരുടെ സഹായം തേടുകയാണ് ഈ ദമ്പതികൾ. 24 കോട്ടയം.